നല്ല കിളികിളി പോലത്തെ ചെറുക്കൻ. ഭാഗ്യം ഉണ്ടെങ്കിൽ നടക്കും. അല്ല പിന്നെ പുറത്താരാ വന്നിരിക്കുന്നത്? അത് എന്റെ കുറച്ച് കൂട്ടുകാരാ. നന്ദിനി കുളിച്ചൊരുങ്ങിയിട്ടുണ്ടല്ലോ, പെണ്ണ് കാണലായിരിക്കും. അച്ഛാ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട. അവര് കല്യാണാലോചനയ്ക്ക് വന്നവര് തന്നെയാ. പക്ഷെ ഇക്കാര്യം നീ നാട്ടുകാരോട് പറയരുത്. ദുഷ്ടന്മാരാ. പല നല്ല ആലോചനകളും അവർ മുടക്കിയിട്ടുള്ളതാ. അയ്യോ, ഞാൻ ആരോട് പറയാനാ? ഇങ്ങോട്ട് കൊടുക്ക. മാറങ്ങട് ഓളെ. പേടിക്കണ്ട, ഈ വാച്ചിന്റെ അലാറം അടിച്ച മണി 11:30. ഓരോ അരമണിക്കൂർ വിട്ടും മണി അടിച്ചോണ്ടേയിരിക്കും. മനുഷ്യന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളെ. ചുമ്മാതല്ല, ഈ വാച്ചിന്റെ വില 8000 ഉറുപ്പികയാ. അങ്ങോട്ട് അങ്ങോട്ട് അവിടെ അവിടെ പേരെന്താ? പറഞ്ഞു കൊടുക്കുമോളെ. നന്ദിനി. സമയം ഒരുപാടായല്ലോ. ഇവന്മാര് കല്യാണം ഉറപ്പിച്ചിട്ട് ഇറങ്ങുന്നാ തോന്നുന്നത്. ദാ വരുന്നുണ്ട്. പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ, മണ്ടത്തരം ഒന്നും വിളിച്ച് പറഞ്ഞേക്കരുത്. അല്ല, ഞാനേറ്റ്. അവന്റെ ഒരു പ്രേമം ശരിയാക്കടാ. നടക്കടാ അങ്ങോട്ട്, നടക്കടാ അങ്ങോട്ട്. നിന്റെ പ്രേമം നീ നിർത്തടാ. ആ തങ്കപ്പനാരുണ്ടോ അതിനകത്ത്? ഇല്ല, വീട്ടിലുണ്ട്. എന്താ? അത് ഞാൻ അയാളോട് പറഞ്ഞോളാം. നടക്കടാ അങ്ങോട്ട്, നടക്കടാ. ചൊല്ലും വിളിയില്ലാതെ വളരുന്ന പെമ്പിള്ളാര് കണ്ണു കാണിച്ചെന്നും പറഞ്ഞ് നീ ഇവിടെ പ്രേമലേഖനം എഴുതും അല്ലേടാ? തങ്കപ്പനാരുടെ മോളല്ല, ഇനി ദിവാന്തേൽക്കാരുടെ മോളായാലും ശരി, നാറിത്തരം കാണിച്ചാ ഞാൻ ചോദിക്കും. നടക്കടാ അങ്ങോട്ട്. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് നടക്കടാ. അങ്ങനെ ഇന്ന് ഞാൻ ശരിയാക്കും. ഒരു പ്രേമം. ഇങ്ങ് വന്ന്. എന്താ പ്രശ്നം? എനിക്കെന്ന് പറഞ്ഞൂടാ. ഇവിടുത്തെ ആ പെങ്കൊച്ചില്ലേ നന്ദിനി, ശേരമുള്ള ചേട്ടന്റെ മോന് പ്രേമലേഖനം കൊടുത്തെന്നോ, അവർ ഒളിച്ചോടാൻ പ്ലാനിട്ടെന്നോ, വേറെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നോ. ശേരമുള്ള ചേട്ടൻ ആ ഒരു ചൂടനാണേ. ഞാൻ പോട്ടെ, സമയമില്ല. വണ്ടി വിടും. കോളമല്ലോ ഒത്തോ ഭാസ്കര. എന്താ രാവിലെ ചക്രത്തില്? അതെ, വാസുവേട്ടന്റെ പശുവിനെ വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാ. ഒരു പാർട്ടിയെ കൊണ്ട് കാണിച്ച് വില കൊണ്ടെടുക്കുന്നില്ലെന്ന്. കുഴപ്പമില്ല, സുനന്ദിനിയെ നോക്കാൻ നാളെ ഒരാൾ വരുന്നുണ്ട്. സുനന്ദിനിയോ? പശുവിന്റെ പേരാണേ. അത് ശരി. ഞാൻ കെട്ടാൻ പോണ പെണ്ണിന്റെ പേരാണോ പശുവിനെ ഇട്ടിരിക്കുന്നത്? ഗുണശേഖരൻ അമ്മാവനോടുള്ള വൈരാഗ്യം കൊണ്ട് ഇത് വാസുവേട്ടൻ മനഃപൂർവ്വം ഇട്ടതാകാനേ വഴിയുള്ളൂ. നിന്റെ പെണ്ണിന്റെ പേര് സുനന്ദനല്ലേ? ഇത് സുനന്ദിനി. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ശരിയാ, കാഴ്ചക്ക് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങോട്ടുള്ള കളിയൊന്നും വേണ്ട. അതിരിക്കട്ടെ, പ്രേമത്തിന്റെ ഡെവലപ്മെന്റ്സ് എവിടം വരെയായി? ചിങ്ങം കഴിയാൻ അധിക നാളില്ല. അച്ഛന്റെ പാതിമീശ പോകുമോ? അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നാളെ ഒരു പാർട്ടി സുനന്ദയെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. എന്തെങ്കിലും പണി ഒപ്പിച്ച് അത് മുടക്കിയേ പറ്റൂ. രാവിലെ ഞാൻ ഫ്രീ അല്ല. അക്കരെ നിന്ന് സുനന്ദിനെ വാങ്ങാൻ ഒരു പാർട്ടി വരുന്നുണ്ട്. എടാ, എനിക്കൊരു ഐഡിയ. എന്താ? പശുവിനെ വാങ്ങാനാണോ? നാളെ പശുവിനെ വാങ്ങാൻ വരുന്നവരെ വീട് മാറ്റി പറഞ്ഞ് പെണ്ണ് കാണിക്കാൻ കയറ്റണം. പെണ്ണ് കാണാൻ വരുന്നവരെ പശുവിനെ വാങ്ങാനും കയറ്റണം. അയ്യോ, അപ്പന്റെ കച്ചവടം? ആ ഒരു കച്ചവടം അലസിക്കോട്ടെ. വേണമെങ്കിൽ പശുവിനെ വിറ്റ് കിട്ടുന്ന നക്കാപ്പിച്ച കമ്മീഷൻ നീ എന്റെ കടയിൽ വന്ന് ഷേവ് ചെയ്ത് തീർത്തോ. എങ്കിലൊക്കെ. പക്ഷെ ഷേവ് ചെയ്ത് ആൾക്കാരുടെ മുഖം ഒന്നും മുറിക്കരുത്. അയ്യോ, ഞാനല്ലേ? എനിക്കല്ല. അല്ല, നീ തന്നെ ഷേവ് ചെയ്യണം. കേറ്. ബ്രേക്കില്ല, ബ്രേക്കില്ല. സൈക്കിൾ എവിടെ? സൈക്കിൾ എവിടെയാണോ? സൈക്കിൾ എവിടെ പോയത്? ഓ പ്രിയേ പ്രിയേ, നീ കൂടെ പാടണ്ട. പെണ്ണ് കാണാൻ വരുന്ന കക്ഷികളാണെന്ന് തോന്നുന്നു. ഇവരെ ഞാൻ മാനേജ് ചെയ്തോളാം. പശുവിന്റെ പാർട്ടി വരുമ്പോ പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. ചിട്ടി കമ്പനി നടത്തുന്ന ഗുണശേഖരന്റെ വീട്ടിലേക്കല്ലേ? അതെ, ഞാൻ അദ്ദേഹത്തിന്റെ അനന്തരവനാ. പതുക്കെ പതുക്കെ. വഴി തെറ്റണ്ടാന്ന് കരുതി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. കുട്ടിയുടെ അച്ഛനില്ലേ? അച്ഛൻ തൊഴുത്തിലുണ്ട്. അതെയോ? നിങ്ങൾ അകത്തോട്ട് കയറിയിരിക്കും, ഞാൻ ഇപ്പൊ വരാം.
വാസുവേട്ടാ, ഇതാര് ചക്കുവാ? ആ പശുവിനെ വാങ്ങാനുള്ള പാർട്ടികൾ വന്നിട്ടുണ്ട്. ഞണ്ട് ഇത്തിരി തിരക്കിലായതുകൊണ്ട് എന്നെ കൂട്ടി വിട്ടതാ. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചോണം. അത് ഞാനേറ്റു. ആ പിന്നെ വന്നിരിക്കുന്ന പാർട്ടികൾ അല്പം പുങ്കന്മാരാ, സൽക്കാരപ്രിയരും. അതുകൊണ്ട് മോളുടെ അടുത്ത് കുറച്ച് ചായയൊക്കെ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞ അവർ ഹാപ്പി ആയിട്ട് പശുവിനെ ഏത് എന്താ ഇവിടെ ഇരുന്ന് കളഞ്ഞത്? പിന്നാമ്പുറത്തേക്ക് വന്നാൽ മതിയായിരുന്നല്ലോ. അതെ, പുള്ളി ആള് വളരെ സോഷ്യലാ. മോളെ ചായ ഇങ്ങെടുത്തെ. സുനന്ദിനിയെ കാണാൻ ഇന്നലെ ഒരു പാർട്ടി വന്നിരുന്നു. അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ തുകയുടെ കാര്യത്തിൽ അല്പ പിശകി, അത്രേ ഉള്ളൂ. ആ ചായ അവര് ചായ വന്നു. വിവരങ്ങളൊക്കെ ചക്രു പറഞ്ഞു കാണുമല്ലോ. 2 വർഷം മുമ്പ് ഒന്ന് പ്രസവിച്ചതാ. പ്രസവത്തോടുകൂടി കുട്ടി ചത്തുകയും ചെയ്തു. എന്നേരതി ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? പിന്നെ പറയുമ്പോ എല്ലാം തുറന്ന് പറയണമല്ലോ. ഒറ്റയ്ക്ക് വിട്ട പ്രശ്നമാണ്. എന്തെങ്കിലും ഗുലുമാല ഒപ്പിച്ചിട്ടേ വരൂ. ഇന്നാള് പറമ്പിൽ വെച്ച് അപ്പുറത്തെ കുര്യാക്കോസുമായിട്ട് അവസാനം കുര്യാക്കോസ് ഉഴുതുണിയില്ലാതെ ഓടിയത്. അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് വിഷമില്ലാഞ്ഞിട്ടല്ല. ഈ കാണുന്ന സ്വത്ത് മുഴുക്കെ അവളെ അവളുടെ തള്ളയും വെച്ച് ഞാൻ ഉണ്ടാക്കിയതാ. തള്ള ചത്തുപോയി, ഇദ്ദേഹത്തിന്റെ ആരോഗ്യം പോയി. ഇപ്പോ സുനന്ദയാണ് ഈ വീട്ടിലെ ഏക വരുമാനം. ഉള്ളത് പറയാലോ. അവളെ കൊണ്ട് നിങ്ങൾക്കും 10 കാശുണ്ടാക്കാം. നിങ്ങൾ ഇത്ര മാറിയാണ് ഞങ്ങൾ അറിഞ്ഞില്ല. ആരാണ് മാറി? നീ വീട്ടിൽ പോക്കത്തരം പറഞ്ഞാലുണ്ടോ? ആർക്ക് നിന്റെ അല്ല ചേട്ടാ, പശുവിനെ വെച്ച് 10 കാശുണ്ടാക്കുന്ന ചെറ്റത്തരാണോ? നമ്മുടെ പശുവിനെ അവന് കൊടുക്കുന്നില്ല. അത് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞു വെച്ചിട്ട് വന്നാണെന്ന് പറയണ്ട. അങ്ങേര് പശുവിന് വില കൂട്ടും. നിങ്ങൾ നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കും. ദാരിദ്ര്യമേ പറയാവൂ. പിന്നെ വില കുറച്ച് കിട്ടാനൊരു വഴിയുണ്ട്. സുനന്ദ എന്നാണ് പശുവിന്റെ പേര്. മൂപ്പര് സ്നേഹിച്ചും ലാളിച്ചും വളർത്തിക്കൊണ്ട് മോളെ എന്ന് സുനന്ദന് മാത്രമേ പശുവിനെ വിളിക്കാറുള്ളൂ. നിങ്ങളും അങ്ങനെ പറയാവൂ. അല്ലാതെ പശു പശു എന്ന് പറഞ്ഞാൽ അങ്ങേര് വില കൂട്ടും. ലതാ വീട് ഈശ്വരനെ ധ്യാനിച്ച് കുറച്ച് കിട്ടും എന്ന് കരുതി പോയി. അത് ഞങ്ങൾ ഏറ്റു. ഈശ്വര, ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേ? ഞങ്ങൾ സുനന്ദയെ കാണാൻ വന്നവരാ. വരണം വരണം. അപ്പൊ ഇതാണല്ലേ കക്ഷി? അതെ, ഇവന് വേണ്ടിയാ. സംഗതി ഇവന് വേണ്ടിയാണെങ്കിലും ഇവന്റെ ചേട്ടന്മാരുടെ ഒരു നോട്ടം കൂടി ഉണ്ടാവും. ഏത്? കൂട്ടുകൃഷി. ഇവൻ പാടുപെട്ടൊരു ബാങ്ക് ലോൺ ഒപ്പിച്ചിരിക്കുക. സുനന്ദയെ വെച്ച് 10 കാശുണ്ടാക്കിയിട്ട് വേണം അത് തിരിച്ചടയ്ക്കാൻ. നല്ലതുപോലെ തീറ്റയെ കൊടുത്താണല്ലോ വളർത്തുന്നത്. ഞങ്ങൾ ആരെ ഇവിടെ പട്ടിണിക്കിടാറില്ല. ഒന്ന് പെറ്റിട്ടുണ്ടല്ലേ? ആര്? സുനന്ദ. ഓക്കെ പറഞ്ഞേ. എണീക്കോട്. അല്ല, പെറ്റിട്ടുണ്ടെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ കയറി തോന്നിവാസം പറയുന്നവർ അതിന് വേണ്ട. പോകാൻ ഒന്നുമില്ല. നിന്നെ രാവട്ടൻ ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ പറയാം. അപ്പൊ ഈ കാപ്പിയുടെ കാശ് ഞാൻ കൊടുക്കണം അല്ലേ? ഇല്ലേ, ഞാൻ നേരെ അങ്ങോട്ടേ ഇല്ല. നിങ്ങൾ രണ്ടാളും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അവിടുത്തെ കാര്യം നീ ഏറ്റോ, എന്നാ ഇവിടുത്തെ കാര്യം ഞങ്ങൾ ഏറ്റു. ശരി. ഒരാളെ അന്വേഷിച്ചു പോയിട്ട് അയാളെയും കാണാനില്ല. ഇതിപ്പോ ആരോട് ചോദിച്ചാലേ വഴി മനസ്സിലാവുക. അതിപ്പോ തങ്കപ്പൻ നായരുടെ വീട്ടിലേക്കുള്ള വഴി അവനറിയാം. പറഞ്ഞു കൊടുക്കട്ടെ. നമസ്കാരം. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ വലത്തോട്ടൊരു വഴി കാണും. അതിലേ പോകരുത്. ഇടത്തോട്ട് പോകുമ്പോൾ ഒരു 2 ഫർലോങ് പോകുമ്പോൾ വീണ്ടും വലത്തോട്ടൊരു വഴി കാണും. അതിലെ 3ാമത്തെ വീടാണ് തങ്കപ്പൻ നായരുടെ വീട്. താങ്ക്സ്. ശരി. പാവം, എങ്ങനെ കഴിഞ്ഞിരുന്ന ആളാ. ഇപ്പൊ സ്വത്തെല്ലാം ജപ്തി ചെയ്യാൻ പോവാണത്രേ. ആരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? നീ എന്തിനാ വെറുതെ ജപ്തി കാര്യമൊക്കെ ഇവരോട് പറയുന്നത്? ഇവരൊന്നും അറിഞ്ഞിട്ടില്ല. സ്ഥിതിക്ക് ഇഷ്ടം പോലെ ആയിക്കോട്ടെ, അത് അവരുടെ കാര്യം. ഒന്ന് ചോദിച്ചോട്ടെ. അല്ല, തങ്കപ്പൻ നായരെ പറ്റി ആണെങ്കിൽ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മകളെ പെണ്ണ് കാണാൻ പോവാണേ. ചെറുക്കൻ ഗൾഫിലാ. ദാരിദ്ര്യവാസികളുടെ ഇടയത്തിന് കാണേണ്ട കാര്യം ഇവനില്ല. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ അറിയും. എന്തോ നിങ്ങളുടെ മുഖത്ത് നോക്കി കള്ളം പറയാനും തോന്നില്ല. ഒരു പെൺകുട്ടിയുടെ ഭാവിയുടെ പ്രശ്നമാണേ. തങ്കപ്പൻ നായർ എന്നെ എല്ലാ സത്യവും നിങ്ങളോട് പറയും. ഒരു കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്യണം? നിങ്ങൾ കല്യാണ പാർട്ടീസ് ആണെന്ന് പറയണ്ട. വെറുതെ സ്വത്തുവരെ അന്വേഷിക്കാൻ വന്നവരാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ കാര്യവും തങ്കപ്പൻ നായരെ എന്ന് തുറന്ന് പറയും. ഓഹോ, പോകാം. ശരി. അങ്ങനെ താങ്ക്സ്. ഇന്നത്തെ സ്ഥിതിക്ക് 1 ലക്ഷം രൂപയെങ്കിലും അമ്മാവ് ഉടൻ കെട്ടേണ്ടി വരും. ഈ ഇൻകം ടാക്സുകാർ കണ്ണു വെച്ചാ പിന്നെ പോക്ക. ചതിച്ചല്ലോടാ അച്യുതാ.
ഈ കരിഞ്ചന്തക്കാരെയും പൂഴ്ത്തിവെപ്പുകാരെയും ഒന്നും അവന്മാർ പിടിക്കില്ല. പാവപ്പെട്ട കൃഷിക്കാരന്റെ മെക്കെട്ട് കയറിക്കോളൂ. പാവപ്പെട്ട കർഷകനല്ലല്ലോ അമ്മാവൻ. കള്ളപ്പണം ഒത്തിരി ഉണ്ടെന്ന് അവന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മാവ, ഒറ്റ വഴിയേ ഉള്ളൂ. ഉള്ള സ്വത്ത് എല്ലാം കടത്തിലാണെന്നങ്ങ് പറഞ്ഞേക്കണം. കാല് പിടിക്കേണ്ടെന്നാ മടിക്കണ്ട. ഈ വക കാര്യത്തിൽ നിന്ന് അഭിമാനം നോക്കിയിട്ട് കാര്യമില്ല അമ്മാവ. അവർ വരുന്നു. അമ്മ ഒരു കാര്യം ചെയ്യണം, ആ മോതിരവും മാലയൊക്കെ ഒരു തന്നാട്ടെ. ഞാൻ വെച്ചോളാം, നീ പൊക്കോ. അവന്മാര് പുറത്തു പോകുന്നവരെ അമ്മ ഒരു കാര്യം ചെയ്യണം. അമ്മായി നന്ദിനി പുറത്തു വരാൻ നോക്കണം. നമസ്കാരം. നമസ്കാരം. വരൂ. വരണം സാർ, വരണം സാർ. അങ്ങോട്ടേ. നമസ്കാരം. അങ്ങോട്ടിരിക്കാം. മിസ്റ്റർ തങ്കപ്പൻ നായരല്ലേ? അതെ. എന്താണാവോ വിശേഷിച്ച്? വിശേഷിച്ചൊന്നുമില്ല, പോകുന്ന വഴിക്കൊന്ന് കയറിന്ന് മാത്രം. ഇൻകം ടാക്സ് ഇങ്ങനെ പറയൂ. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലൊരു കെട്ടിടം പണിയാൻ ഒരു 3-4 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും, ഇല്ലേ? മുത്തശ്ശന്റെ കാലത്ത് പണിതാ. ഇതാ ഇപ്പൊ ഒരു ശാപമായത്. ഇതൊന്ന് വൃത്തിയായിട്ട് തൂത്തു തുടയ്ക്കാൻ ഒരാളെ വെക്കാൻ പോലും ഇന്ന് ശേഷിയില്ല. അയ്യോ, അതെന്ത് പറ്റി? കേസും കോടതിയും കോടതിയും കേസും ഒക്കെ കടത്തിലായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. പിന്നെ വിട്ടുമാറാത്ത ഈ ചുമയും. പറമ്പിലൊക്കെ ധാരാളം കൃഷിയുണ്ടല്ലോ. ഉണ്ട്, പക്ഷെ ഒക്കെ കാണാനേ എനിക്ക് വിധിയുള്ളൂ. പറമ്പ് മുഴുവൻ പാട്ടത്തിന് കൊടുത്തിരിക്കുക. കുട്ടികളെ ഒന്നേ ഉള്ളൂ, മകളാ. അവളുടെ ചികിത്സയ്ക്ക് തന്നെ വേണം മാസാമാസം നല്ലൊരു തുക. കുട്ടിക്ക് എന്താ അസുഖം? ഇന്നതൊന്നുമില്ല. എന്നാ പിന്നെ ആരോഗ്യമൊന്നുമില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. സന്തോഷം. അല്ല, മാറിയേക്ക്. കുടിക്കാതെ പോയി തൊലയിട്ടില്ല. ഇല്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന അമ്മാവ? ഒരു അത്യാവശ്യം വന്നപ്പോ അച്ഛനും വേണ്ടി വന്നില്ലേ? അത് പിന്നെ അങ്ങനല്ലേ അച്യുതാ. നിന്റെ അച്ഛനെ കൊനഷ്ട കുത്തി സൂത്രപ്പണിയൊക്കെ നിനക്കും കിട്ടാണ്ടിരിക്കുവോ? നീ അപ്പുറത്ത് ചെന്ന് കാപ്പിയും പലഹാരവും എല്ലാം കഴിച്ചിട്ട് പോയാ മതി. ചെല്ലേ. ദേവി, ഉദയപുരം കൊട്ടാരത്തിലേക്ക് കല്യാണം ആലോചിച്ചു പോണ പാർട്ടിക്കാരല്ലേ? എങ്ങനെ മനസ്സിലായി? ഈ റോഡിലേക്ക് തിരിഞ്ഞപ്പോഴേ മനസ്സിലായി. ഇവിടെ മൊത്തം അസുഖാലുക്കളാണേ. നിങ്ങൾ ആരോടെങ്കിലും വഴി ചോദിച്ചാൽ മതി, അപ്പൊ ഈ കല്യാണം മുടങ്ങും. അതുകൊണ്ടാ കാത്തു നിന്ന്. അതെന്താ? കെട്ടിക്കാൻ പോണ പെണ്ണിനെ കുറിച്ച് വേണ്ടാത്തൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാണ്ടിരിക്കും. എല്ലാവരും പറയണത് കേട്ട് നിങ്ങൾ പിന്മാറാതിരിക്കാനാണ് നോം വന്നത്. എന്താ പെൺകുട്ടിയെ പറ്റി നാട്ടുകാർക്ക് ഇത്രമാത്രം കുറ്റം പറയാനുള്ളത്? ഒക്കെ വെറുതെ കേട്ടോ കുശുമ്പ്. തമ്പുരാട്ടിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് ബോംബെക്കോ ബാംഗ്ലൂർക്കോ ഒന്ന് പോകും. എന്തിന്? പരിപാടിക്ക്, നൃത്ത പരിപാടിക്ക്. ഒരിക്കലും ഒരു പരിപാടി കഴിഞ്ഞതിന്റെ 3-ാം മാസം പെണ്ണ് ആശുപത്രിയിലായി. കളയാൻ കൊണ്ടുപോണതല്ലേ എന്ന് ഒരുത്തൻ നമ്മുടെ മുഖത്ത് നോക്കി ചോദിച്ചു. അവന്റെ ചെള്ളക്കിട്ട് ഒരെണ്ണം കൊടുത്തു തോം. പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഒരിക്കൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് നാട്ടുകാരുടെ ഇടയിൽ സംസാരം ഉണ്ടെന്ന് കരുതി എപ്പോഴും അങ്ങനെ സംഭവിക്കോ? വണ്ടി തിരികെ കൊട്ടാരത്തിലേക്ക് പോണില്ലേ? ഒരു കൊട്ടാരം ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. ചട്ടിയുടെ വക്ക് പൊട്ടിയെന്ന് കരുതി ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ? ലക്ഷങ്ങൾ എണ്ണി തരില്ലേ? അങ്ങനെ തട്ടിയും മുട്ടിയും നടക്കുന്ന പെണ്ണ് ഞങ്ങളുടെ വേണ്ട. ഞങ്ങളെ തറവാട്ടി പറഞ്ഞവരാ. കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. വണ്ടി എടുക്കണ. രണ്ട് കൊണ്ടാലെന്താ, കല്യാണം കലക്കില്ലേ? ടാക്സി.